ആഗോള സമ്മർദ്ദത്തെ തുടർന്ന് 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പരിമിതമായി ഭക്ഷണ സാധനങ്ങൾ ഗാസയിലേക്ക് കടത്തിവിട്ടു തുടങ്ങി. പക്ഷേ പട്ടിണി മരണങ്ങൾ അവിടെ തുടരുകയാണ്. ലോകരാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കുട്ടികൾ കൂട്ടത്തോടെ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ പൈശാചികമായ ആക്രമണം ഗാസയെ ഇന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഗാസയിൽ ഉപരോധം അവസാനിപ്പിക്കാനും ആക്രമണം നിർത്താനുമുള്ള ആഗോള സമ്മർദ്ദത്തിന് പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല ഇസ്രയേൽ. മരുന്ന്, ഗോതമ്പ്, പോഷകാഹാരം എന്നിവയുമായി ഏകദേശം 200 ട്രക്കുകളിൽ പകുതിയും ഗാസയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചു പേർക്ക് മാത്രമേ തികയൂ എന്നത് വ്യക്തമാണ്. ഗാസയിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് പടരുകയാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാസങ്ങളായി ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസം ഗാസയിൽ പട്ടിണി കിടന്ന് 29 കുട്ടികളും പ്രായമായവരും മരിച്ചു. പ്രദേശത്തുടനീളം സൈനികാക്രമണം ഇസ്രയേൽ തുടരുന്നു. അതിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. 5 വയസ്സിന് താഴെയുള്ള ഏകദേശം 71,000 കുട്ടികളാണ് ഭക്ഷണ പ്രതിസന്ധി നേരിടുന്നത്. അടുത്ത 11 മാസത്തിനുള്ളിൽ പോഷകാഹാരക്കുറവ് നേരിടുന്നവരിൽ 14,100 അധിക കേസുകൾ കൂടി വരുമെന്നതാണ് സാഹചര്യം. ഗർഭിണികളിൽ 42% വരെയും മുലയൂട്ടുന്ന അമ്മമാരിൽ 34% വരെയും പോഷകാഹാര കുറവുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സഹായം വിതരണം ചെയ്യുന്ന ഗ്രൂപ്പുകൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. അരക്ഷിതാവസ്ഥ, ഏകോപനത്തിലെ പ്രശ്നങ്ങൾ എന്നിവ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വടക്കൻ ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതും കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു. 19 മാസം മുൻപ് ഹമാസ് നടത്തിയ മാരകമായ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേലിന്റെ അടുത്ത സഖ്യകക്ഷികളായ UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു. ഇസ്രയേലിന് ശക്തമായ പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നടപടിയെ മുൻപ് പിന്തുണച്ചവർ വിമർശിക്കുകയാണ്. ഗാസയിലേക്ക് ചെറിയ അളവിൽ സഹായം മാത്രം അനുവദിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം UK അംഗീകരിക്കുന്നില്ല. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ UK നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷേ കെയർ സ്റ്റാർമറിനും ഫ്രാൻസിലെയും കാനഡയിലെയും നേതാക്കൾക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. അവർ ഹമാസ് അധികാരത്തിൽ തുടരണമെന്നാണ് അർത്ഥമാക്കുന്നതെന്നാണ് വിമർശനം. സ്റ്റാർമർ, ഇമ്മാനുവൽ മക്രോൺ, മാർക്ക് കാർണി എന്നിവർ ഹമാസിനൊപ്പം നിൽക്കുന്നുവെന്നും നെതന്യാഹു ആരോപിക്കുന്നു. കൂട്ടക്കൊലപാതകികൾ, ബലാത്സംഗികൾ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, തട്ടിക്കൊണ്ടുപോകുന്നവർ എന്നിവരുടെ കൂടെ നിൽക്കുന്നുവെന്നാണ് പഴി പറയുന്നത്. ഇസ്രയേലിനെ നശിപ്പിക്കാനും ജൂതജനതയെ ഉന്മൂലനം ചെയ്യാനും ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് നെതന്യാഹു തന്റെ വീഡിയോയിൽ ആവർത്തിക്കുന്നു. ഹമാസിന്റെ 2023 ആക്രമണത്തിന് ഗസ വലിയ വില നൽകുകയാണ്. അന്നത്തെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ 1200 പേർ കൊല്ലപ്പെട്ടു. 251 പേരെ ബന്ദികളാക്കി. ഇസ്രയേലികൾ സൈന്യത്തിന് പിന്നിൽ അണിനിരന്നു. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തോടുള്ള ന്യായമായ പ്രതികരണമായിട്ടാണ് അവർ യുദ്ധത്തെ കണ്ടത്. ഹമാസ് നിലനിൽക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് പല ഇസ്രയേലികൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഗാസയിൽ ഇസ്രയേലിന്റെ പ്രതികാര യുദ്ധം 53,000-ലധികം ആളുകളെ കൊന്നൊടുക്കി. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. നിരവധി പേർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു. ഗാസയുടെ വിശാലമായ ഭൂപ്രകൃതിയെ യുദ്ധം ഇല്ലാതാക്കി. ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് നെതന്യാഹു. പലസ്തീൻ പ്രദേശം പൂർണ്ണമായും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നതുവരെ ഗാസയ്ക്കെതിരായ യുദ്ധം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി തറപ്പിച്ചു പറയുന്നു. എങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ നിലപാട് പക്ഷേ ന്യായമാണ്. ഗാസ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ആശങ്ക ഐക്യരാഷ്ട്രസഭ പങ്കുവെക്കുന്നുണ്ട്. ഗാസയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് കരളലിയിക്കുന്ന ചിത്രങ്ങളാണ്.
അതിൽ അതിശയോക്തിയുടെ കണിക പോലും ഇല്ലെന്ന് വ്യക്തമാണ്. പക്ഷേ സിവിലിയൻ മരണത്തിന് ഹമാസ് മാത്രമാണ് ഉത്തരവാദിയെന്ന ഔദ്യോഗിക നിലപാട് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ.